നമസ്കാരം. ഗൾഫ് ടുഡേ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് ഗൾഫ് ടുഡേ ആരംഭിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ജയിലിൽ. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണത്തിൽ എ പത്മകുമാറിന് മുഖ്യ പങ്കെന്നാണ് SITയുടെ കണ്ടെത്തൽ. 5 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിലായതിന് പിന്നാലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ എ പത്മകുമാറിനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് പത്മകുമാറിനെ മാറ്റിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം കണക്കിലെടുത്ത് കൊല്ലം നഗരത്തിൽ പോലീസ് വ്യാപക സുരക്ഷ ഒരുക്കിയിരുന്നു. പത്മകുമാറിന്റെ അറസ്റ്റോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. 2019 സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു എ പത്മകുമാർ. ഇതുവരെ SIT അറസ്റ്റ് ചെയ്ത പ്രതികൾ പത്മകുമാറിനെ വെട്ടിലാക്കുന്ന മൊഴികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ മൊഴികൾക്കപ്പുറം പത്മകുമാറിനെതിരെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ എ പത്മകുമാറാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയത് പത്മകുമാറാണ്. പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതായും കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയിലൂടെ പത്മകുമാർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നും വിലയിരുത്തിയാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നത്. 5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ADGP H വെങ്കടേഷ് ഉൾപ്പെടെ SITയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വീഡിയോ റെക്കോർഡിംഗ് നടത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. 24 കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുതിർന്ന നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാർ അറസ്റ്റിലായതോടെ CPIMും സർക്കാരും പ്രതിരോധത്തിൽ. തിരഞ്ഞെടുപ്പ് കാലത്തെ അറസ്റ്റ് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. വിശ്വാസികളിലും പൊതുസമൂഹത്തിലും വലിയ സംശയങ്ങൾക്കിടയാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷമാണ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. തെളിവുകളും സാഹചര്യങ്ങളും വിലയിരുത്തി ആലോചിച്ചുറപ്പിച്ച ശേഷമാണ് അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാണ്. പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും അടുപ്പക്കാരൻ കൂടിയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കോന്നിയിലെ മുൻ MLAയുമായ എ പത്മകുമാർ. അദ്ദേഹത്തിന്റെ ഉന്നത ബന്ധം തന്നെയാണ് അറസ്റ്റ് സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയാക്കാനുള്ള പ്രധാന കാരണം. കേവലം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ കൊള്ള നടക്കില്ലെന്നും ഭരണ നേതൃത്വത്തിന്റെ അറിവോടെയാണ് എല്ലാം നടന്നതെന്നുമുള്ള സംശയങ്ങൾക്ക് അടിവരയിടുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റ്. അതുകൊണ്ട് തന്നെ കൊള്ളയിൽ പങ്കില്ലെന്ന പതിവ് വാദങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നതല്ല ഇപ്പോഴത്തെ തിരിച്ചടി. ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന SIT അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം, ആവശ്യമായ അന്വേഷണം നടത്താം, ആവശ്യമായ നിലപാട് സ്വീകരിക്കാം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റില്ല. MLA ആയി കോന്നിയിൽ നിന്ന് ജയിച്ച പത്മകുമാറിന് പിന്നീട് തുടർച്ച ലഭിക്കാതെ പോയതും ചില ആക്ഷേപങ്ങളെ തുടർന്നാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായത് പത്മകുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു തിരിച്ചടിയാണ്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പരസ്യമായി കലഹിച്ച പത്മകുമാറിനോട് ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിന് അത്ര കണ്ട് താല്പര്യമില്ല. അതാണ് ജില്ലാ സെക്രട്ടറിയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ രാഷ്ട്രീയ ഇടപെടൽ നടത്തില്ല എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. പത്മകുമാറിന്റെ അറസ്റ്റോടെ ജയിലിലേക്കുള്ള CPIM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി അറിയാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഒരാളെപ്പോലും സംരക്ഷിക്കാൻ പാർട്ടിയോ ഗവൺമെൻറ്റോ തയ്യാറാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പങ്കുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന് തുടർന്നുള്ള ഘട്ടങ്ങളിൽ വെളിപ്പെടും. പോറ്റി കുടുങ്ങിയാൽ CPM നേതാക്കളും കുടുങ്ങുമെന്ന് CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് CPM നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ദേവസ്വം മന്ത്രിന്റെ റോൾ എന്താണ്? ദേവസ്വം മന്ത്രിയല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്? എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല? അപ്പോൾ ഞങ്ങളുടെ പ്രഷറും മാധ്യമ സുഹൃത്തുക്കളുടെ പ്രഷറിന് കാരണമാണ് ഇന്ന് ഈ സ്ഥിതി വരെ SIT പോകുന്നത്. എൻ്റെ 5 വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് 16-കാരനെ ISL ചേരാൻ പ്രേരിപ്പിച്ചുവെന്ന UAPA കേസിൽ കുട്ടിയുടെ മാതാവ് കേരളത്തിൽ പോലീസ് നിരീക്ഷണത്തിൽ. UK-യിലായിരുന്ന യുവതി കേരളത്തിലെത്തിയത് മുതൽ പോലീസ് നിരീക്ഷണത്തിലാണ്. യുവതിയുടെ ആൺസുഹൃത്തിന്റെ സഹോദരി
ഇയാളാണ് കനകമല കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ATSന്റെ വിശദമായ അന്വേഷണത്തിലാണ് പല നിർണായക വിവരങ്ങളും കണ്ടെത്തുന്നത്. കുട്ടിയുടെ മാതാവ് നെടുമങ്ങാട് സ്വദേശിയായിരുന്നു. പന്തളം സ്വദേശി വിവാഹം കഴിച്ച് മതപരിവർത്തനം നടത്തി. പിന്നീട് ഇവർ വേർപിരിഞ്ഞു. അങ്ങനെ UK തുടരവെയാണ് വെമ്പായം സ്വദേശിയായിട്ടുള്ള ആൺസുഹൃത്തുമായി പരിചയപ്പെടുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ 16 വയസ്സുള്ള കുട്ടി UK വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടി ISL ചേരാൻ പ്രേരിപ്പിച്ചുവെന്നാണ് കേസ്. കുട്ടിയുടെ മാതാവ് നിലവിൽ തിരുവനന്തപുരത്ത് പോലീസ് നിരീക്ഷണത്തിലാണ്. അതേസമയം യുവതിയുടെ ആൺസുഹൃത്തിന്റെ സഹോദരനും പോലീസ് നിരീക്ഷണത്തിൽ തുടരുന്നു. കനകമല കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയനായ ആളാണ് ഇയാൾ. കുട്ടിയെ ISL ചേരാൻ പ്രേരിപ്പിച്ചതിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ കുട്ടിയെ സ്വീകരിച്ചതും ആറ്റിങ്ങലിൽ മതപഠന കേന്ദ്രത്തിലാക്കുന്നതും ഇയാളാണ്. കുട്ടി നിലവിൽ പിതാവിന്റെ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണുള്ളത്. 24 തിരുവനന്തപുരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തൃശൂരിലെ അടാട്ട് പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ മുൻ MLA അനിൽ അക്കരയെ കളത്തിലിറക്കി കോൺഗ്രസിന്റെ അപ്രതീക്ഷിത നീക്കം. അടാട്ടിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അനിൽ അക്കര. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDFനായിരുന്നു പഞ്ചായത്തിൽ ജയം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ MLA ശബരിനാഥനെ ഇറക്കിയതിന് പിന്നാലെ ചടുലമായ രാഷ്ട്രീയ നീക്കത്തിലൂടെ മുൻ MLA അനിൽ അക്കരയും മത്സരരംഗത്തെത്തിക്കുകയാണ് കോൺഗ്രസ്. LDFന്റെയും CPIMന്റെയും കുത്തക പഞ്ചായത്തായ അടാട്ട് തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. 2 തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള അനിൽ അക്കരെ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ചുമതലകളും നിർവഹിച്ചിട്ടുണ്ട്. 2016 വടക്കാഞ്ചേരി നിയമസഭാ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച അനിൽ അക്കര 2021 പരാജയപ്പെട്ടു. 2020 പഞ്ചായത്തിൽ LDF വിജയിക്കുകയും അനിൽ മുമ്പ് മത്സരിച്ചിരുന്ന സീറ്റിൽ BJP വിജയിക്കുകയും ചെയ്തതോടെ അടാട്ട് UDFന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. നഷ്ടമായ പഞ്ചായത്തും സീറ്റും തിരികെ പിടിക്കുന്നത് ലക്ഷ്യമിട്ടാണ് KPC വൈസ് പ്രസിഡന്റ് കൂടിയ അനിൽ അക്കര ഇക്കുറി വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപക്ഷെ എൻ്റെ പുറന്തോട് അല്ലെങ്കിൽ എൻ്റെ പുറം ഒരു ചവിട്ടുപടി ആകണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അടാട്ടേക്ക് പോകുന്നത്. അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വം ആവേശത്തോടെയാണ് പ്രവർത്തകരും ഏറ്റെടുക്കുന്നത്. പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണത്തിലും സജീവമാവുകയാണ് അനിൽ അക്കര. 24 തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കവും കൂറുമാറ്റവും അവസാനിക്കുന്നില്ല. കൊച്ചിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ പേയ്മെന്റ് സീറ്റ് വിവാദത്തിനൊടുവിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മുക്താർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വയനാട്ടിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ പരസ്യ പ്രതിഷേധം ശക്തമാണ്. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു. നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന എറണാകുളം DCC യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പിന്നാലെ വിവാദ സ്ഥാനാർത്ഥി PA മുക്താർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ കീഴ്മാട് ഡിവിഷനിലെ പേയ്മെന്റ് സീറ്റ് വിവാദം കോൺഗ്രസിലെ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്നുറപ്പായി. വയനാട്ടിൽ സജീവമായി പ്രവർത്തിക്കുന്ന വനിതകളെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് മാനന്തവാടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് ഗ്ലാഡിസ് ചെറിയാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കളെ തഴഞ്ഞെന്നാരോപിച്ച് മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോഷി കൂരിക്കാട്ടിലും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ പുകുടിയിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്രിക നൽകി. വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നാരോപിച്ച് DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗോകുൽദാസ് കോട്ടയിലും പരസ്യമായി രംഗത്തെത്തി. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു. തിരുവല്ലയിൽ RJD നേതാവ് BJPയിൽ ചേർന്നു. RJD SC/ST സെന്റർ സംസ്ഥാന സെക്രട്ടറി CT ബിജു ആണ് BJPയിൽ ചേർന്നത്. മലപ്പുറം അമരമ്പലം പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നയാളുടെ വോട്ട് വെട്ടിയതായും പരാതിയുണ്ട്. അമരമ്പലം അയ്യപ്പൻകുളം സ്വദേശി K ഷാഹുൽ ഹമീദിന്റെ വോട്ടാണ് നീക്കം ചെയ്തത്. ചൊക്ലി ഗ്രാമപഞ്ചായത്തിൽ കുറ്റിയിൽ പീടിക 7ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയെ LDF നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. റഫ്ഷാനയ്ക്ക് നേരെയാണ് ഭീഷണി. ന്യൂസ് ഡെസ്ക് 24. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും റഷ്യയും പുതിയ സമാധാന പാക്കേജ് തയ്യാറാക്കിയതായി റിപ്പോർട്ട്. 28 നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട സമാധാന പാക്കേജ് ട്രംപ് അംഗീകരിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യ കയ്യേറിയ പ്രദേശങ്ങൾ പലതും പാക്കേജിന്റെ ഭാഗമായി യുക്രൈൻ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ ആർമി സെക്രട്ടറി ഡാൻ ഡ്രിസ്കോളിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ ഉദ്യോഗസ്ഥർ യുക്രൈനിലെത്തി. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗനുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇന്ന് യുക്രൈനിൽ മടങ്ങിയെത്തുന്ന പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായി ഡാൻ ഡ്രിസ്കോൾ ചർച്ച നടത്തും. പുതിയ സമാധാന പാക്കേജിൽ റഷ്യ കൈവശപ്പെടുത്തിയ പല പ്രദേശങ്ങളും യുക്രൈന് റഷ്യ വിട്ടുനൽകേണ്ടതായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ യുക്രൈൻ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും വൈസ് പ്രസിഡന്റ് JD വാൻസും
US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യയുടെയും യുക്രൈന്റെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്താണ് സമാധാന പാക്കേജിന് രൂപം നൽകിയത് എന്നാണ് വിവരം. സമാധാന പാക്കേജ് റഷ്യയോ അമേരിക്കയോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ആഴ്ചകളായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയായിരുന്നു. ഇന്നലെ യുക്രൈന്റെ പടിഞ്ഞാറൻ നഗരമായ ടെർണോപ്പിലിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം 4 വർഷത്തോടടുക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സൗദിയിൽ സൂപ്പർ ഫ്രൈഡേ മെഗാ ഓഫറുകളുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ 70% വിലക്കിഴിവിൽ ലഭിക്കും. ഓഫർ കാലയളവിൽ മാസ്റ്റർ കാർഡുകൾ ഉപയോഗിച്ചുള്ള ഷോപ്പിംഗിന് പ്രത്യേക ഡിസ്കൗണ്ട് ലഭിക്കും. ഇലക്ട്രോണിക്സ്, മൊബൈൽ, ലാപ്ടോപ്പുകൾ, വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ നിരവധി കാറ്റഗറികളിൽ ഓഫറുകൾ ലഭ്യമാണ്. ഓൺലൈനിൽ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചുള്ള ഷോപ്പിംഗിന് 15% വിലക്കിഴിവ്. ഈ മാസം 25 വരെ 350 റിയാലോ അതിൽ കൂടുതലോ തുകയ്ക്ക് ഷോപ്പിംഗ് നടത്തുന്നവർക്കാകും ഈ ഡിസ്കൗണ്ട് ലഭിക്കുക. മാസ്റ്റർ കാർഡ് ഓഫ്ലൈൻ ഇടപാടുകൾ 10% അധിക ഓഫർ ലഭിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷമായി ലുലു സൂപ്പർ ഫ്രൈഡേ മാറിയതായി ലുലു KSA ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. സൂപ്പർ ഫ്രൈഡേയോടൊപ്പം 100-ലധികം വൈവിധ്യങ്ങൾ ഒരുക്കി ഫിഷ് ഫെസ്റ്റും ലുലു ടോയ് ഫെസ്റ്റും തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറിയും കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കാര്യദർശിയുമായ പേരോട് അബ്ദുർ റഹ്മാൻ സഖാഫി ഈജിപ്തിലെ ഷൈഖുൽ അസ്ഹർ ഡോക്ടർ അഹ്മദ് ത്വയ്യിബുമായി കൂടിക്കാഴ്ച നടത്തി. ജാമിയത്തുൽ അസ്ഹറിലെ ഗ്രാൻഡ് ഇമാമാണ് അഹ്മദ് ത്വയ്യിബ്. കേരളത്തിലെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. സിറാജുൽ ഹുദും അൽ അസ്ഹറുമായുള്ള വിവിധ മേഖലകളിലുള്ള അക്കാഡമിക് സഹകരണവും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും ചർച്ചയുടെ ഭാഗമായി. ജിദ്ദയിൽ നടക്കുന്ന സിഫ് ചാമ്പ്യൻസ് ലീഗിൽ ഈ വെള്ളിയാഴ്ച സൂപ്പർ മത്സരങ്ങൾ. ISL, സന്തോഷ് ട്രോഫി താരങ്ങൾ ഉൾപ്പെടെ വമ്പൻ താരനിര ജിദ്ദയിലെത്തി. A ഡിവിഷണൽ റിയൽ കേരള FC ബ്ലാസ്റ്റേഴ്സ് FCയെ നേരിടും. B ഡിവിഷണൽ 3 മത്സരങ്ങളും D ഡിവിഷന് 1 മത്സരവും ഉണ്ടാകും. ഇന്ത്യൻ താരം VP സുഹൈർ ഉൾപ്പെടെ നിരവധി താരങ്ങൾ കളത്തിലിറങ്ങും. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ ക്ലബായ അൽകോബാർ കോർണിഷ് സോക്കർ ക്ലബിന്റെ 26-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് ഉജ്ജ്വല തുടക്കം. കിഴക്കൻ പ്രവിശ്യയിലെ മുൻകാല ഫുട്ബോൾ താരങ്ങൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിന് അൽകോബാർ അൽ ഗുസൈബി റെഡ് സ്റ്റേഡിയത്തിലാണ് തുടക്കമായത്. 26-ന്റെ തിളക്കത്തിലാണ് അൽകോബാർ കോർണിഷ് സോക്കർ ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ 26-ാം വാർഷികാഘോഷങ്ങളുടെ നിറവിലെത്തി നിൽക്കുമ്പോൾ ഇവർ ആദ്യം ചേർത്തുവെച്ചത് ഫുട്ബോൾ കളിക്കളത്തിലെ മുൻകാല പടക്കുതിരകളെ. ഇവർക്കായി സംഘടിപ്പിക്കുന്ന +47 ഫുട്ബോൾ ടൂർണമെന്റോടെയാണ് ആഘോഷങ്ങളുടെ തുടക്കം. മറക്കാത്ത ആ പഴയ തന്ത്രങ്ങളും അടവുകളുമായി താരങ്ങൾ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കാണികളും ഏറെ ആവേശത്തിലായിരുന്നു. ലെജൻസ് ആണ് ഇവരുടെ കളി കാണാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഇതാണ്. നമ്മുടെ ടീം കംപ്ലീറ്റ് അവിടെ ഉണ്ട്, ഭയങ്കര ആവേശത്തിലല്ലായിരുന്നു. ഇനിയും ഇങ്ങനത്തെ കളികൾ ഒരുപാട് സൗദി അറേബ്യയിൽ നടക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അബവ് 40 നമ്മളെ പുറത്തെ കുറേ ആൾക്കാർക്ക് കളിക്കാനുള്ള ഒരു ചാൻസാണ്. അതായത് ടൂർണമെന്റ് കമ്മിറ്റിക്ക് പ്രത്യേകം നന്ദി. പ്രിയപ്പെട്ടവരുടെ ഫുട്ബോൾ മാസ്മരികതകൾ നേരിൽ കാണാൻ കുടുംബിനികളും എത്തിയിരുന്നു. +40 ഞങ്ങള് ഉദ്ദേശിച്ച് ഞങ്ങൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് കളി കണ്ടത്. പക്ഷേ കളി തുടങ്ങിയപ്പോ പിന്നെ ഞങ്ങള് 40 അല്ല യൂത്തിന്റെ കളി പോലെ കണ്ടു. ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും ആവേശം തരുന്ന ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫുട്ബോളിന് പ്രായമില്ല, പ്രായഭേദമന്യേ കളിക്കാൻ പറ്റിയ ഒരു ഗെയിം തന്നെയാണ്. ഇപ്പോൾ 2 കളിക്കുന്നുണ്ട് അവിടെ, ഒരാൾ പരിക്കുണ്ടായിട്ട് അവിടെ നിൽക്കണം. കളിക്കാരാകട്ടെ അതിലേറെ ആവേശത്തിൽ. അതുപോലെ 40+ ആൾക്കാർക്ക് ഒരു ചാൻസ് തരാറുണ്ട്. അതിനാദ്യമായി അവരോട് നന്ദി പറയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ള പ്ലേയേഴ്സിന് എല്ലാവർക്കും കളിക്കാനും നമ്മുടെ കഴിവുകൾ കാണിക്കാനുള്ള നല്ലൊരു അവസരമാണ്. വിസ്മരിക പ്രകടനമായിരുന്നു ഓരോ കളിക്കാരും കാഴ്ചവെച്ചത്. കാരണം അവരുടെ സിരകളിൽ ഫുട്ബോൾ എത്രത്തോളം ഉണ്ടെന്നോ അവരുടെ ബാല്യകാലം സ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ പ്രകടനമായിരുന്നു ഇന്ന് ഓരോ കളിക്കാരും വ്യക്തിപരമായിട്ട് കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു അനുഭവമാണ്. MUFCയുടെ മഹബൂദ്, ഇംകോ സീനിയേഴ്സിലെ സഹീർ വയനാട് എന്നിവർ മാൻ ഓഫ് ദി മാച്ചായി. വളരെ സന്തോഷപൂർവ്വമാണ് ഈ പ്രാവശ്യവും കോബാർ കോർണിഷ് ക്ലബ്ബ് +47 സീനിയർ 7s ഇവിടെ തുടങ്ങിയത്. ഈ തുടക്ക മത്സരത്തിൽ തന്നെ വളരെയധികം കാണികൾ ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഏറെ ആഹ്ലാദഭരിതമാണ് ഈ ഒരു നിമിഷം. 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കിഴക്കൻ പ്രവിശ്യയിലെ തന്നെ പ്രബലരായ 8 ടീമുകൾ മാറ്റിരക്കുന്ന നല്ലൊരു മത്സരമായിരിക്കും കാണികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യുവാക്കളുടെ ടൂർണമെൻറ്റുകൾ പലതും അരങ്ങാറുണ്ടെങ്കിലും കോർണിഷ് സോക്കർ ക്ലബ്ബാണ് ഈ ഒരു +40 ടൂർണമെൻറ്റ് എന്ന ആശയം ആദ്യമായി ഇവിടെ കൊണ്ടുവരുന്നത്. വർഷാവർഷം വളരെ നല്ല രീതിയിൽ തന്നെ
ഈ +40 ടൂർണമെൻറ്റ് നടത്തി വരാറുണ്ട്. പ്രായം തളർത്താത്ത 50ഉം 45ഉം കഴിഞ്ഞ പോരാളികളുടെ ഒരു മിനി യുദ്ധം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും 2 മത്സരങ്ങൾ വീതമായി നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന്റെ കലാശ പോരാട്ടം ഡിസംബർ പകുതിയോടെ നടക്കും. സുബൈറുദ്ദീൻ, 24 ദമ. കണ്ണൂർ മാട്ടൂൽ സ്വദേശി പാലക്കോടൻ ജസീം ഖത്തറിൽ അന്തരിച്ചു. 32 വയസ്സായിരുന്നു. അബ്ദുൽ ഹക്കീം ചെറുച്ചിയുടെയും ജുവൈരിയയുടെയും മകനാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഹമദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രവാസി വെൽഫെയർ റീപാട്രിയേഷൻ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയക്കും. തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് 19ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മഹോത്സവം 2025 സംഘടിപ്പിക്കും. ഈ മാസം 28-ന് DPS അഹമ്മദി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സാംസ്കാരിക സമ്മേളനവും സംഗീത പരിപാടിയും മറ്റ് കലാപരിപാടികളും നടക്കും. സാമൂഹ്യക്ഷേമ പദ്ധതികളായ വിദ്യാജ്യോതി, വിദ്യാധനം, ചികിത്സാ സഹായങ്ങൾ, ഭവന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പരിപാടിയിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം ഉപയോഗിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് സ്റ്റീഫൻ ഡേവിസി, ജനറൽ സെക്രട്ടറി ഷൈനി ഫ്രാങ്ക്, ട്രഷറർ സെബാസ്റ്റ്യൻ വാതുഗാർഡൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സൗദി അറേബ്യയിലെ മക്കയിൽ മലയാളി കൂട്ടായ്മയിൽ സംസമി റെസ്റ്റോറന്റ് പ്രവർത്തനം തുടങ്ങി. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തു. മക്കയിലെ ഹലക കാക്കിയ ഹോൾസെയിൽ മാർക്കറ്റിലാണ് സംസമി റെസ്റ്റോറന്റ് തുടങ്ങിയത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു മക്കയിൽ സംസമി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ചടങ്ങ്. മക്കയിലെ പ്രമുഖ ഹോൾസെയിൽ മാർക്കറ്റായ ഹലക കാക്കിയയിൽ ബിന്ദാവുദ് സൂപ്പർ മാർക്കറ്റിന് സമീപമാണ് റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നൂറുകണക്കിന് ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. സോഷ്യൽ മീഡിയ രംഗത്തെ ശ്രദ്ധേയരായ കൊമ്പൻകാട് കോയ, കുഞ്ഞാപ്പു എന്നിവരും പ്രഭാഷകൻ സിംസാറുൽ ഹക്ക് ഹുദവിയും സ്വദേശി പ്രമുഖരുമെല്ലാം ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പാർക്കിങ്ങിനും ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാനുമെല്ലാം വിപുലമായ സൗകര്യം ഇവിടെയുണ്ടെന്ന് ഡയറക്ടർമാരായ MC നാസർ, മുജീബ് പൂക്കോട്ടൂർ എന്നിവർ പറഞ്ഞു. 100-200ഓളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ വിശാലമായ ഓഡിറ്റോറിയം ഒരുക്കിക്കൊണ്ട് കേരളീയ രീതിയിലും അതുപോലെ തന്നെ നല്ല ബിരിയാണി അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടി നാട്ടിൽ നിന്ന് പ്രത്യേകം ഞങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഭണ്ഡാരികളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇത് ഇവിടെ തുടർന്ന് പ്രവർത്തിച്ചത്. ഫാമിലികൾക്ക് പ്രത്യേക സീറ്റ് സൗകര്യം ഒരുക്കിക്കൊണ്ട് അതിവിശാലമായ രീതിയിലാണ് സംസമി ഹോട്ടൽ എന്ന ഒരു ഹോട്ടൽ ഞങ്ങൾ കാക്കിയിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ മലയാളികൾക്ക് ആവശ്യമായ വിഭവസമൃദ്ധമായ സദ്യകൾ ഒരുക്കിക്കൊണ്ടും അതുപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കിക്കൊണ്ടുമാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രയാണം ആരംഭിക്കുന്നത്. കേരളീയ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള രുചികരമായ വിഭവങ്ങളാണ് സംസമി റെസ്റ്റോറന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചെറിയ ഒത്തുചേരലുകൾക്കും പരിപാടികൾക്കുമായി ബാങ്കറ്റ് ഹാളും റെസ്റ്റോറന്റിലുണ്ട്. മക്കയിലുള്ളവർക്കും ഹലക മാർക്കറ്റിലെ വ്യാപാരികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ആശ്വാസകരമാകും സംസമി റെസ്റ്റോറന്റ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ബംഗളൂരുവിൽ പട്ടാപ്പകൽ 7 കോടി രൂപ കവർന്ന കേസിൽ കവർച്ചാ സംഘം സഞ്ചരിച്ച കാർ പോലീസ് കണ്ടെത്തി. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിന് സമീപത്തു നിന്നാണ് കാർ കണ്ടെത്തിയത്. അതിനിടെ ബിദർ ജില്ലയിൽ കാർ യാത്രക്കാരിൽ നിന്ന് 24 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു. ഇന്നലെയാണ് ബംഗളൂരുവിലെ അശോക് പില്ലറിനു സമീപം ATM-ൽ നിറയ്ക്കാൻ കൊണ്ടുപോയ 7 കോടി രൂപ കവർന്നത്. നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനെത്തിയായിരുന്നു മോഷണം. സംഘമെത്തിയ ഗ്രേ കളർ ഇന്നോവ കാറാണ് ഇന്ന് കണ്ടെത്തിയത്. മോഷണശേഷം ബന്നർഘട്ട ഭാഗത്തേക്ക് പോയ കാർ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ നിന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. മോഷ്ടാക്കളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. ബംഗളൂരുവിലെ കവർച്ചയ്ക്ക് പിന്നാലെയാണ് ബിദറിലും മോഷണം നടന്നത്. വിവാഹത്തിൽ പങ്കെടുക്കാനായി പോയ സംഘത്തിൽ നിന്നാണ് 24 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നത്. റോഡിൽ ആണി വിതറി കാറിന്റെ ടയർ പഞ്ചറാക്കിയ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തിയായിരുന്നു മോഷണം. യദ്ഗാവ് സ്വദേശികളുടെ സ്വർണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. ബസവ കല്യാൺ പോലീസ് കേസെടുത്തു. 24 ബംഗളൂരു. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എയ്ഡഡ് നിയമനങ്ങളിൽ വൻ അഴിമതിയെന്ന് കണ്ടെത്തൽ. വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പരിശോധനയിലാണ് വ്യാപക അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തിയത്. സ്ഥലംമാറ്റ അപേക്ഷകൾക്കും ഭിന്നശേഷി സംവരണ നിയമനങ്ങൾക്കും കൈക്കൂലി വാങ്ങുന്നു എന്നാണ് കണ്ടെത്തൽ. ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയിലേക്ക്. തൃശൂരിൽ തിയേറ്റർ ഉടമയ്ക്ക് വെട്ടേറ്റു. രാഗം തിയേറ്റർ ഉടമ സുനിലിനാണ് വെട്ടേറ്റത്. വാഹനം ഓടിച്ച ഡ്രൈവർക്കും വെട്ടേറ്റു. തൃശൂർ മെഡിക്കൽ കോളേജ് റോഡിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്.
സൂരജ്, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ആക്രമണത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ പരുക്കേറ്റവരുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? പ്രവിത, അല്പം മുമ്പാണ് ഈ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡിൽ വെച്ച ഈ ആക്രമണം നടക്കുന്നത്. തൃശൂരിലെ പ്രമുഖ തിയേറ്ററായിട്ടുള്ള രാഗം തിയേറ്ററിന്റെ ഉടമയായിട്ടുള്ള സുനിലിനും അദ്ദേഹത്തിന്റെ വാഹനം ഓടിച്ച ഡ്രൈവർക്കുമാണ് വെട്ടേറ്റിരിക്കുന്നത്. ഈ വെട്ടിയത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പരിക്കേറ്റ ഈ സുനിലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാഥമികമായി പ്രവേശിപ്പിച്ച ശേഷം ഇപ്പോൾ തൃശൂർ ദയാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മെഡിക്കൽ കോളേജ് പോലീസ് ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജ് റോഡിൽ തന്നെയാണ് ഈ സുനിലിന്റെ വീടുള്ളത്. ഈ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇരുവരും കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ മെഡിക്കൽ കോളേജ് റോഡിലുള്ള മേൽപ്പാലം കഴിഞ്ഞു വരുന്ന ഭാഗത്ത് ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ആ ടോൾ ബൂത്തിന് സമീപത്ത് വെച്ച് ഒരു സംഘം ഈ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് ആരാണ് ഇതിന് പിന്നിലെന്നോ ഇവർ ഏത് വാഹനത്തിലാണ് എത്തിയതെന്ന് സംബന്ധിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ പരിക്കേറ്റ സുനിലിന്റെയും ഡ്രൈവറുടെയും മൊഴി ഇതുവരെയും പോലീസിന് രേഖപ്പെടുത്താനായിട്ടില്ല. അവർ ചികിത്സയിൽ തുടരുകയാണ്. ഇവരെ ദയാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയതിനു ശേഷം മാത്രമായിരിക്കും പോലീസ് ഈ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും നിലവിൽ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ദയാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ദയാ ആശുപത്രി അടക്കം വലിയ പോലീസിന്റെ വിന്യാസമുണ്ട്. അതോടൊപ്പം തന്നെ തൃശൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ എത്തിയ സമയം കണക്കാക്കിക്കൊണ്ട് സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും തൃശൂരിലെ പ്രമുഖ തിയേറ്ററാണ് ഈ രാഗം തിയേറ്റർ. അതോടൊപ്പം തന്നെ ഈ രാഗം തിയേറ്ററിനെ ചൊല്ലി ചില തർക്കങ്ങളടക്കം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം നീളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെട്ടേറ്റ രാഗം തിയേറ്റർ ഉടമ സുനിലിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? പ്രവിധ, അത്തരത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത ഉണ്ടായിരുന്നോ എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഈ തിയേറ്ററിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ചില തർക്കങ്ങൾ അടുത്തിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരം സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത ശത്രുക്കൾ ആരെങ്കിലും തന്നെയാണോ ഇത്തരം ഒരു ആക്രമണം നടത്തിയത് എന്നൊരു കണക്കുകൂട്ടലിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും പക്ഷേ പ്രാഥമികമായി ഈ സുനിലിന്റെയും ഡ്രൈവറുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇവർ പരിക്കേറ്റ നിലയിലാണുള്ളത്. ഇവരെ പ്രാഥമികമായ ചികിത്സ മെഡിക്കൽ കോളേജിൽ നൽകിയതിനു ശേഷം ഈ ദയാ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആംബുലൻസിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയാ ആശുപത്രിയിൽ എത്തി ചികിത്സ നൽകിയതിനു ശേഷമായിരിക്കും പോലീസ് അത്തരം മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുക. എന്നാൽ മാത്രമാണ് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ നിന്നും ഈ ആക്രമി സംഘം എത്തിയത് ഏത് വാഹനത്തിലാണെന്ന് സംബന്ധിച്ചെല്ലാം വ്യക്തത വരികയുള്ളൂ. പക്ഷേ പോലീസ് ഈ ആക്രമണം നടന്ന സമയത്ത് അതിലൂടെ പോയ വാഹനങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ മേൽപ്പാലമാണ്, മെഡിക്കൽ കോളേജിലേക്ക് ഒരു മേൽപ്പാലം കയറി വേണം വരാൻ. ആ മേൽപ്പാലം കയറി വരുന്ന ടോൾ ബൂത്തിന് സമീപത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് പോലീസ് നൽകിയിരിക്കുന്ന ഒരു പ്രാഥമികമായ മൊഴി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതിലൂടെ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. പ്രവിധ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ തിയേറ്റർ ഉടമയ്ക്ക് വെട്ടേറ്റു. രാഗം തിയേറ്റർ ഉടമ സുനിലിനാണ് വെട്ടേറ്റത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.